ഇറാനിലെ ബാസിദ് സേനകളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി നടത്തിയ പ്രഭാഷണം ഇങ്ങനെയാണ്. മണ്ടന്മാരായ സയനിസ്റ്റുകൾ ജനങ്ങളുടെ വീടുകൾ, ആശുപത്രികൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ബോംബെറിഞ്ഞ് തങ്ങളാണ് വിജയികളെന്ന് സങ്കല്പിക്കുകയാണ്. ഇല്ല, ലോകത്തിലെ ആരും അതൊരു വിജയമായി കണക്കാക്കുന്നില്ല. ഗാസയിലും ലെബനനിലും ക്രൂരമായ യുദ്ധക്കുറ്റങ്ങൾ ഉണ്ടായിട്ടും ശത്രുവിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഒരു പരിഹാരമേ അല്ല. അദ്ദേഹത്തിനും ക്രിമിനൽ കൂട്ടാളികൾക്കും വധശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. ഗാസയിലെയും ലെബനാനിലെയും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ അവർക്ക് തിരിച്ചടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തുന്നതിനിടയാക്കിയതോടൊപ്പം നമ്മുടെ ധൈര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ധീരരായ ഫലസ്തീനികളും ലെബനീസുകാരും അവരുടെ സാമൂഹിക പദവിയോ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതോ പരിഗണിക്കാതെ തന്നെ ബോംബാക്രമണത്തിനും വധഭീഷണിക്കും വിധേയരായി നിൽക്കുകയാണ്. തൽഫലമായി പോരാടുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും അവർ കാണുന്നില്ല. അതിനാൽ തന്നെ അവർ പോരടിക്കുകയാണ്. അതിനാൽ തന്നെ ഇസ്രയേലിൻ്റെ ക്രിമിനൽ വിഡ്ഢികൾ അവർ അറിയുന്നില്ല, അവരറിയാതെ തന്നെ ചെറുത്തുനിൽപ്പ് മുന്നണി വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. ചെറുത്തുനിൽപ്പ് പോരാട്ട സംഘങ്ങളുടെ വിപുലീകരണം ആലംഘനീയമല്ല, അത് അനിവാര്യതയാണ്. ചെറുത്തുനിൽപ്പ് മുന്നണി ഇപ്പോൾ തന്നെ വിശാലമാണെങ്കിലും നാളെ വീണ്ടും ഇതിനേക്കാൾ 10 മടങ്ങ് വലുതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഫലസ്തീനിലും ലെബനാനിലുമൊക്കെ നമ്മൾ കാണുന്നത്. ഫറോവയേക്കാൾ ക്രൂരരാണ് ഇപ്പോഴത്തെ പാശ്ചാത്യ രാജ്യങ്ങളുടെ തലവന്മാർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഖംനേയി പറഞ്ഞത് ഇങ്ങനെയാണ്. ഖുർആനിലെ വാക്യങ്ങൾ അനുസരിച്ച് ഫറോവൻ തൻ്റെ ജനത്തെ അവരുടെ ഇംഗിതം ഉറപ്പാക്കാൻ അവരെ ഇകഴ്ത്തുകയും അപമാനിക്കുകയും ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അമേരിക്കയിലെയും യൂറോപ്പിലെയും നിലവിലെ ഭരണാധികാരികളെക്കാൾ ഫറോവൻ ഏറെ ശ്രേഷ്ഠനായിരുന്നു. കാരണം അവർ സ്വന്തം ജനതയെ അപമാനിക്കുക മാത്രമല്ല, അവർ അവരുടെ വിഭവങ്ങളും താല്പര്യങ്ങളും കൊള്ളയടിക്കാൻ മറ്റു രാജ്യങ്ങളെയും ഇകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ആഭ്യന്തര ഏജന്റുമാരെ അടിച്ചമർത്തുന്നവരുടെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും മനഃശാസ്ത്രപരമായ യുദ്ധങ്ങൾക്കും പൂരകങ്ങളാണെന്ന് ആയത്തുള്ള ഖമേനി വിശേഷിപ്പിക്കുന്നുണ്ട്. എണ്ണ വ്യവസായത്തിൻ്റെ ദേശസാൽക്കരണ സമയത്ത് അവർ ചെയ്തതുപോലെ ഈ ഏജന്റുമാർ അവരുടെ യജമാനന്മാരുമായി യോജിച്ച് അടിച്ചമർത്തുന്നവർക്ക് വഴിയൊരുക്കുവാനുള്ള രാജ്യത്തിൻ്റെ ചരിത്രവും സ്വത്വവും കഴിവുകളും നിഷേധിക്കുന്നു എന്ന് പറഞ്ഞത് പഴയ അറബ് രാജ്യങ്ങൾ സമ്മർദ്ദത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ എണ്ണ ഡോളറുകൾ പാശ്ചാത്യ മുതലാളിമാർ അഥവാ അമേരിക്കയും പാശ്ചാത്യ ലോബികളും കൈക്കലാക്കിയതിനെ കുറിച്ചുകൊണ്ടുള്ള ഒളിയമ്പെറിഞ്ഞുമാണ് ഖമേനി പ്രസംഗിച്ചത്. ബാസിജിൻ്റെ ആത്മാവിൽ നിന്ന് ഉടലെടുത്ത ആത്മവിശ്വാസം അപമാനിക്കാൻ ലക്ഷ്യമിടുന്ന ആധിപത്യ വ്യവസ്ഥയുടെ വളരെ അപകടകരമായതും മൃദുവായതുമായ ആയുധങ്ങളെ നിർവീര്യമാക്കുകയും നിഷ്ക്രിയമാക്കുകയും ചെയ്യും. രാഷ്ട്രത്തിൽ നിരാശ ജനിപ്പിക്കുകയും ചെയ്യും. ഈ ആത്മാവും അതിൽ നിന്ന് ഉണ്ടാകുന്ന കഴിവുകളും രാജ്യത്തിനകത്തും റെസിസ്റ്റന്റ് ഫ്രണ്ടിലെ അംഗങ്ങൾക്കിടയിലും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും എല്ലാ നയങ്ങളെയും മറികടക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിക സമൂഹവും നാഗരികതയും സ്ഥാപിക്കാനും നീതി നടപ്പിലാക്കുവാനുമുള്ള ലക്ഷ്യത്തിൽ വിശ്വാസമുള്ള ഒരു ബാസിജ് അംഗം മരണത്തെ ഭയക്കാതെ രക്തസാക്ഷിത്വത്തിൻ്റെ ആഗ്രഹത്തോടെ മുന്നോട്ട് പോവുക. ഈ ഗുണങ്ങൾ കാരണം ഇറാനിയൻ ബാസിജികൾക്ക് ഒരു ഉറപ്പുണ്ട്. അവർ ആത്യന്തികമായി ഒരു ദിവസം സയനിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കും. മേഖലയിലെ രാജ്യങ്ങൾക്കായി യുഎസിനുള്ള പദ്ധതികളെക്കുറിച്ചുള്ള അവബോധവും അവർക്കെതിരെ ഉറച്ചു നിൽക്കുന്നതും രാഷ്ട്രീയ രംഗത്ത് ബാസിജിനെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമേനി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ മേഖലയിൽ യുഎസിൻ്റെ താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം ഒന്നുകിൽ രാജ്യങ്ങളിൽ സ്വച്ഛാധിപത്യവും അല്ലെങ്കിൽ അരാജകത്വവും സ്ഥാപിക്കുന്നത് ഉൾപ്പെടും. ഈ 2 സാഹചര്യങ്ങളിൽ രാജ്യത്തുണ്ടാകുന്ന ഏത് സാഹചര്യവും ശത്രുവിൻ്റെ പ്രവർത്തനമാണ്. ബാസിജ് ഗ്രൂപ്പ് ഇതിനെതിരെ ശക്തമായി നിലയുറപ്പിക്കണം എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് ബാസിജ് സേനാ വിഭാഗങ്ങളോടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസംഗം അവസാനിക്കുന്നത്.